ഹലോ എവരിവൺ. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മൾ അവസാനിപ്പിച്ചാലും ആ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ്. പലപ്പോഴും പല വ്യക്തികളും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു ആഘാതത്തിൽ നിന്ന് വിമുക്തരാകാനായിട്ട് ഒരുപാട് സമയമെടുക്കും. പലപ്പോഴും പലർക്കും അതിന് സാധിക്കാതെ വരികയും ചെയ്യാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ എങ്ങനെ നമുക്ക് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനെ ഈസി ആക്കി എടുക്കാം, അതോടൊപ്പം തന്നെ എങ്ങനെ നമ്മളെ കൂടുതൽ സ്നേഹിക്കാം, നമ്മളിലേക്ക് കൂടുതൽ തിരിയാനും ആ ഒരു മുറിവ് ഉണക്കാനായിട്ടുള്ള പ്രോസസ്സിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അലൗ യുവർ സെൽഫ് ടു ഗ്രീവ്. നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് നമുക്ക് അല്ലെ ഇമോഷണലൊക്കെ പരമായിട്ടും ഒരുപാട് ആഘാതങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കടന്നാലും ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച വേദനകൾ പലപ്പോഴും പല രീതിയിലും പുറത്തേക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ സങ്കടമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നിരാശയായിരിക്കാം. ഈ ഒരു ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ശ്രമിക്കുന്നത് എന്താണ്, ഈ ഇമോഷൻസിനെയൊക്കെ മറച്ചു പിടിക്കാനാണ്. അതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ റിപ്രസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇമോഷൻസ് പുറത്തു വരാനും അതിന് ആ ഒരു ടൈം പീരീഡ് ഹീലിങ്ങിന് കൊടുക്കാനായിട്ടും ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമുക്ക് കുറച്ച് സമയം അനുവദിക്കുക എന്നുള്ളതാണ്. സങ്കടമുണ്ടെങ്കിൽ കരയാം, അല്ലെങ്കിൽ വിഷമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് അതിനുള്ളൊരു സമയം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഹീലിംഗ് പ്രോസസ്സ് ഈസി ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിഷമം വന്നാൽ സങ്കടവും അല്ല എങ്കിൽ നിരാശയും ദേഷ്യവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ച് ആ ഒരു പ്രോസസ്സിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ സുഖപ്പെടുത്തൽ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോളോ നോ കോണ്ടാക്ട്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ആ വ്യക്തികളുമായിട്ടുള്ള ഫർദർ കോണ്ടാക്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. വീണ്ടും ആ വ്യക്തി ശരിയാകും, അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഇമോഷണലി ഹാം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുക, നമ്മൾ ആ നമ്പർ നമ്മുടെ ഫോണിൽ കീപ്പ് ചെയ്യുന്ന ഒഴിവാക്കുക, ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഹീലിംഗ് പ്രോസസ്സ് ഈസി ആക്കി എടുക്കാനായിട്ട് സാധിക്കും. റീകണക്ട് വിത്ത് യുവർ സെൽഫ്. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ആ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ ഇഷ്ടങ്ങള് താല്പര്യങ്ങളെ എല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്തായിരിക്കും ആ റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളെ ഒന്ന് ഹീൽ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കാനും ആ ഒരു ആഘാതത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ, അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മളുടെ ഇഷ്ടങ്ങള് താല്പര്യങ്ങള് ഹോബീസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്ന ഇഷ്ടമാണെങ്കിൽ അതിനൊക്കെ സമയം മാറ്റിവെച്ച് നമ്മൾ അതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്റൻഷ്യലി മനഃപൂർവ്വമായിട്ട് നമ്മളെ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ആ ഒരു കാര്യത്തിന്. കാരണം പലപ്പോഴും ആ ഒരു വിഷമം കാരണം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായിരിക്കും ഇരിക്കുന്നത്. കാരണം റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിലുള്ള വിഷമം, അതോടൊപ്പം ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള മുറിവുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇന്റൻഷ്യലി തന്നെ എനിക്ക് പുറത്തു വരണം, അത് അവസാനിച്ച ഒരു അധ്യായമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നമ്മളെ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ തയ്യാറാവുക. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഒരു വ്യക്തിയെ ഏൽപ്പിച്ച മുറിവുകൾ ഉണക്കണമെങ്കിൽ നമ്മൾക്ക് ചുറ്റിനും പോസിറ്റീവായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യിക്കുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നീ തനിച്ചല്ല എന്ന് നമുക്ക് ചുറ്റിനും നിന്ന് പറയാൻ കഴിവുള്ള ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടായെങ്കിൽ അതിന് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ നമ്മൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എൻഗേജ് ഇൻ ഫിസിക്കൽ വെൽനെസ്. നമ്മളുടെ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുക. അതുവരെയും ഒരു പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ലായിരിക്കാം നമ്മളുടെ സാഹചര്യം കൊണ്ട്. പക്ഷേ ഇനി മുതൽ ഞാൻ എൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്നുള്ളൊരു തീരുമാനം എടുക്കുക. എക്സസൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ സമയം മാറ്റി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക. നന്നായി ഉറങ്ങാനായിട്ട്
ഒരു സമയം സ്ലീപ്പ് പാറ്റേൺ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ ആദ്യം ഒരല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും എനിക്ക് എൻ്റെ കാര്യത്തിൽ ഞാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളും നിറവേറ്റേണ്ടത് അത്യാവശ്യമാണെന്നും ഉള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഓർക്കുക, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ അത് നമുക്ക് മെന്റൽ ഹെൽത്തിന് അതിന് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അതോടൊപ്പം ഒരു ഇമോഷണൽ റിക്കവറിക്ക്, നമ്മളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ടും നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുമെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. ജേർണൽ യുവർ തോട്ട്സ്. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ വിഷമങ്ങൾ ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ട് ഇപ്പോഴും നമ്മളെ വേട്ടയാടുന്ന ചില മെമ്മറീസ് കാണും. ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നല്ലൊരു ആത്മാർത്ഥ സുഹൃത്തില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രയോജനപ്രദമായ കാര്യം എന്ന് പറയുന്നത് ഒന്ന് എഴുതാൻ തയ്യാറാവും. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, നമ്മളുടെ നിരാശയാകട്ടെ വിഷമമായിക്കോട്ടെ, എന്ത് ചിന്തകളാണോ നമ്മളുടെ മനസ്സിൽ വരുന്നത് അത് നമ്മളൊന്ന് എഴുതാൻ തയ്യാറാവുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ റിലീസാണ്. നമ്മളുടെ പേപ്പറിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മൾ പകർത്തുമ്പോൾ ഒരു ഇമോഷണൽ റിലീസിന്, അതോടൊപ്പം അത് നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ഞാൻ എന്തൊക്കെ അനുഭവിച്ചു. പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു സമയത്ത് അവരിൽ നിന്നുള്ള ഒരുപാട് ടോർച്ചറുകൾ ഏറ്റു വരുമ്പോൾ നമ്മളൊക്കെ ആകെ ഒരു ഫ്രീസ് ആയിട്ടിരിക്കുന്ന, മാനസികമായിട്ട് ആകെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു വന്നിട്ടുള്ളത്. ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉള്ള ഒരു അവസരമാണ്. ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാനും ഈ ജേർണൽസ് നമ്മളെ സഹായിക്കും. അവോയ്ഡ് റഷിംഗ് ഇൻ ടു ന്യൂ റിലേഷൻഷിപ്പ്. പലപ്പോഴും പലതരത്തിലും ഉള്ള ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച് അതിന്റെ ഒരു വൂണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഹീൽ ആകുന്നതിന് മുമ്പ് മറ്റൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടുക എന്നുള്ള ഒരു അബദ്ധമാണ്. അങ്ങനെ നമ്മൾ ചെന്ന് ചാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം അനുഭവിച്ചതിനേക്കാൾ ഒരുപാട് ദുരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അങ്ങനെ അത് നമ്മളെ മാനസികമായിട്ട് തകർക്കാനും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് തന്നെ പുതിയൊരു റിലേഷൻഷിപ്പ് കണ്ടെത്താനും എനിക്കും ആളെ കിട്ടും അല്ലെങ്കിൽ ഇതിലും നല്ല ഒരു ഇത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അത് കിട്ടില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമുക്കൊരു സെൽഫ് ഹീലിങ്ങിന് ഒരു അല്പം ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്ന് നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചു. ഞാനൊരു വ്യക്തിയാണെന്നും ആരുടെ അടിമയല്ല, ഒരാളുടെ കീഴിൽ എന്റെ ജീവിതം അടിച്ചമർത്തപ്പെട്ടു അല്ല അവരുടെ സുഖ സൗകര്യങ്ങൾക്കോ അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിനോ വേണ്ടി നമ്മളെ തകർത്ത് കളഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് ഞാനൊരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക, ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് ഒരു സുഖപ്രദം, നമ്മളുടെ മനസ്സിനൊരു ആശ്വാസവും ഒരു ഹീലിംഗും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പുതിയൊരു റിലേഷൻഷിപ്പ്, അതും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. വീണ്ടും വീണ്ടും നമ്മൾ ചെന്ന് ചാടുന്നത് അബദ്ധങ്ങളിലേക്കാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ഇതിൽ നിന്ന് ഒരു പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല, മനസ്സിലെ വിഷമങ്ങൾ തീരുന്നില്ല, ഞാൻ ആകെ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് നല്ലൊരു കൗൺസിലറെ സമീപിക്കാം. അവരോട് നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു റിക്കവറിക്ക്, ഒരു സെൽഫ് റിക്കവറിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ പലപ്പോഴും ഒരു ഇരുണ്ട അധ്യായം അല്ലെ ഒരു കറുത്ത അധ്യായമാണെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. പലരും ആ വ്യക്തികൾ നേരെയാകും അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സമാധാനമോ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഒരു വ്യക്തിക്ക് വിലയോ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ സഹിക്കാൻ മേലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ് അത്. എത്ര വലിയ അടുത്ത ബന്ധമാണെങ്കിൽ പോലും നമ്മൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ അവർ നമ്മളെ മിസ്യൂസ് ചെയ്യുകയാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം തുടർന്നുകൊണ്ട് പോയി നമ്മളുടെ മനസ്സമാധാനം കളയാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.